സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പുതിയ സർക്കാരിൽ നിന്ന് നാട്ടുകാർക്ക് ഉറപ്പ് ലഭിച്ചു. ചോക്കാട് പന്നിക്കോട്ടുമുണ്ട പനക്കപ്പാടം പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിനെ നേരിൽ കണ്ട് നാട്ടുകാർ നിവേദനം നൽകി. പാലത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി നാട്ടുകാർക്ക് ഉറപ്പു നൽകി. (2017-18) സാമ്പത്തിക വർഷം മുതൽ എല്ലാ ബജറ്റുകളിലും 100 രൂപ ടോക്കൺ അനുവദിച്ചുള്ള പദ്ധതിയാണിത്. മമ്പാട്ടുമുല, പനക്കപ്പാടം, മഞ്ഞപ്പെട്ടി തുടങ്ങിയ ഗ്രാമങ്ങളെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പന്നിക്കോട്ടുമുണ്ട പനക്കപ്പാടം പാലം. പാലം യാഥാർത്ഥ്യമായാൽ മമ്പാട്ടുമുല പനക്കപ്പാടം നിവാസികൾക്ക് ഹൈവേയിലേക്ക് 5 കിലോമീറ്റർ ദൂരം കുറഞ്ഞു കിട്ടും. അഹമ്മദ് MP ആണ് നമുക്ക് ഇങ്ങനെ ഒരു നടപ്പാലം അനുവദിച്ചുകൊണ്ട് അന്ന് നടപ്പാലം ഉണ്ടാക്കി. ആ നടപ്പാലത്തിന് ശേഷം അതിൻ്റെ കൈവരികളും ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടു. വളരെ മോശപ്പെട്ട രൂപത്തിലാണ്, വളരെ കേടായി പൊളിഞ്ഞ് ദ്രവിച്ച് ആളുകളൊക്കെ അപകടം പിടിച്ച ഒരു രൂപത്തിൽ ആളുകളൊക്കെ താഴെട്ട് പുഴയിലേക്ക് വീഴുന്ന രൂപത്തിലുള്ള ഒരു പാലമായിട്ടാണ് ഇപ്പോൾ ഇത് മാറിയിട്ടുള്ളത്. ഇതിന് ശേഷം ഞങ്ങൾ MLAക്കും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഇവർക്കും വകുപ്പ് മന്ത്രിമാർക്കും ഒക്കെ പല രൂപത്തിൽ പരാതികൾ നൽകി. ഈ പരാതികളൊക്കെ അവർ പരിഗണിക്കുകയും അതിൻ്റെ പുറത്ത് വന്നുകൊണ്ട് എസ്റ്റിമേറ്റും ഇതൊക്കെ ഉണ്ടാക്കി 2012 മുതൽ ഞങ്ങൾ ഒരു വലിയ പാലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ PWD മിനിസ്റ്റർ EK ഇബ്രാഹിം കുഞ്ഞിന് അപേക്ഷ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ തുടർച്ചയായിട്ട് അതിൻ്റെ പിറകെ നടക്കുകയും ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ മന്ത്രിസഭയൊക്കെ മാറി പിന്നീട് ഞങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ വകുപ്പ് മന്ത്രിയായ PK ബഷീർ സാഹിബിനെ ഇന്നലെ ഞങ്ങൾ പോയി രാവിലെ കണ്ടു. അതിന് വേണ്ട റിക്വസ്റ്റ് കൊടുത്തു. പാർട്ടി തലത്തിലും ഇതിലൊക്കെ എല്ലാ റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ കത്തുകൾ ഇതൊക്കെ വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വേണ്ട രൂപത്തിൽ ഇത് പരിഗണിക്കാമെന്നും നമ്മുടെ മണ്ഡലത്തിൻ്റെ MLA കൂടിയായ റവന്യൂ മന്ത്രിയുമായി കൂടിയാലോചിച്ച് എന്തായാലും നിങ്ങൾക്കൊരു പാലം നൽകാമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹൈവേയിൽ നിന്നും 100 മീറ്റർ അകലെ ചോക്കാടൻ പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത്. 2023 ആഗസ്റ്റിൽ പാലത്തിന്റെ സ്ഥലമേറ്റെടുപ്പ് നടപടിക്രമങ്ങൾ ചോക്കാട് പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്തത് പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പന്നിക്കോട്ടുമുണ്ടയിൽ വിപുലമായ യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്തിരുന്നു. ഈ യോഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലമുടമകൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. തുടർന്ന് 7.80 കോടി രൂപ ചെലവ് കണക്കാക്കി PWD പദ്ധതി സർക്കാരിന് സമർപ്പിച്ചതാണ്. തുടർന്ന് അപ്രോച്ച് റോഡിനുള്ള ഭൂമി പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ പന്നിക്കോട്ടുമുണ്ടയിൽ ചോക്കാടൻ പുഴയ്ക്ക് കുറുകെ 22 വർഷം പഴക്കമുള്ള ഒരു നടപ്പാലം മാത്രമാണുള്ളത്. കാൽനടയ്ക്ക് മാത്രം നിർമ്മിച്ച ഇതിലൂടെ അപകടകരമായ നിലയിലാണ് ബൈക്കുകളും ഓട്ടോറിക്ഷയും കടന്നുപോകുന്നത്. നാട്ടുകാരും മുസ്ലിം ലീഗ് ഭാരവാഹികളുമായ പുക്കൂത്ത് അബ്ദുൾ മജീദ്, CT അബ്ദുൾ മജീദ്, കുന്നുമ്മൽ അക്ബർ അലി, അബ്ദുൾ സലാം പുക്കൂത്ത് എന്നിവരാണ് മന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. കനത്ത ചൂടിനോടും നോ പറയൂ. AC, കൂളറുകളെല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ എക്സ്ചേഞ്ച് സൗകര്യത്തോടെ. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.